നമസ്കാരം. ന്യൂജൻ പെൺകുട്ടികളിൽ നിന്ന് മാതാപിതാക്കൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വനിതാ ദിനം സ്പെഷ്യലായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. 1. ഈ ലോകത്തിലെ ഏത് കോണിലും എപ്പോൾ വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാനും എത്തിച്ചേരാനുള്ള മനസ്സ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം വിട്ട് ലോകത്തിലെ ഏത് രാജ്യത്തിലേക്കും യാതൊരു സങ്കോചവും കൂടാതെ ധൈര്യത്തോടു കൂടി ഇന്നത്തെ പെൺമക്കൾക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാനും പഠിക്കാനും മറ്റുമെല്ലാം കഴിയുന്നത്. രണ്ടാമതായിട്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഇന്ന് എല്ലാ കുട്ടികൾക്കും കാണുന്നുണ്ട്. ഒരു ജോലി വേണം, സ്ത്രീധനമല്ല, എനിക്കൊരു ജോലി. ആ ജോലി ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് കോണിലെത്താനും ആഗ്രഹിക്കുന്നതെന്ന് നേടിയെടുക്കാനും ഇന്നത്തെ പെൺമക്കൾ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും ഈ ഒരു ഫാക്ടേഴ്സ് നമ്മുടെ ന്യൂജൻ തലമുറയെ കണ്ട് പഠിക്കേണ്ടതാണ്. വിവാഹം ഒരു അത്യാവശ്യമല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഘടകമായിട്ട് പെൺമക്കൾ കാണുന്നത്. വിവാഹം ആവശ്യമാണ്, പക്ഷെ അത്യാവശ്യമല്ല. അതുകൊണ്ട് എല്ലാം നേടിയെടുത്ത് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നാണ് ഇന്നത്തെ ന്യൂജൻ പെൺകുട്ടികളുടെ ഭാഷ്യം. നാലാമതായിട്ട്, ഏതൊരു സാഹചര്യത്തിലും യാതൊരു മടിയും കൂടാതെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയാനും തീർച്ചയായിട്ടും ഇന്നത്തെ പെൺമക്കൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ പഴയ തലമുറ മറ്റുള്ളവർ എന്ത് വിചാരിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും അവർ പറയാറില്ല. അതാണ് ഇന്നത്തെ ജനറേഷൻ പെൺമക്കളും പഴയ ജനറേഷൻ സ്ത്രീകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അഞ്ചാമതായിട്ട്, ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ പെൺമക്കൾക്ക് കഴിയുന്നുണ്ട്. അവരുടെ ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വസ്ത്രധാരണത്തിലും ഇന്ന് പലപ്പോഴും അമ്മമാരെ ആശ്രയിക്കുന്നത് സ്വന്തം പെൺമക്കളെയാണ്. കാരണം അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അതുകൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി അത് സ്വന്തം ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിലിലുമൊക്കെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ജനറേഷന് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. ആറാമതായിട്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ ട്രഡീഷണൽ ആയിരുന്ന ജോലികളിൽ നിന്ന് മാറി വീട്ടിലിരുന്ന് തന്നെ യഥേഷ്ടം ഒരുപാട് പണം സമ്പാദിക്കാനുള്ള കഴിവ് ഇന്നത്തെ പെൺമക്കൾക്കുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വീട്ടിലിരുന്ന് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുടെയും ജോലി ഉള്ളവരുടെയും ഒക്കെ എല്ലാം കഥകൾ. തീർച്ചയായിട്ടും അത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു മാതൃകയാണ്. ഇന്നത്തെ മക്കൾക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വീട്ടിലിരുന്ന് തന്നെ ലോകത്തുള്ള എവിടേക്കും അവരുടെ ഓർഡറുകൾക്കനുസരിച്ച് അവരുടെ ഹോബീസ് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവും മറ്റു തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏഴാമതായിട്ട്, ഡ്രൈവിംഗ് സ്കിൽ. അത് പറയേണ്ട കാര്യമൊന്നുമില്ല, സൂപ്പറാണ്. ഇന്ന് ഏത് വാഹനം വേണമെങ്കിലും യാതൊരു സങ്കോചം കൂടാതെ നമ്മുടെ പെൺമക്കൾക്ക് ഓടിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ധൈര്യമാണ്, അവരുടെ ലക്ഷ്യബോധ്യമാണ്. തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ യഥേഷ്ടം അപകടരഹിതമായ രീതിയിൽ നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കാനായിട്ട് തീർച്ചയായിട്ടും പെൺമക്കൾക്ക് കഴിയുന്നുണ്ട്. അതിനർത്ഥം ആൺകുട്ടികൾക്കാളും കൂടുതൽ ഡ്രൈവിംഗ് സ്കില്ല് ഇന്ന് പെൺകുട്ടികളിലാണ് കാണുന്നത് എന്നുള്ളതാണ്. എട്ടാമതായിട്ട്, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കി കൃത്യമായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ പെൺമക്കൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി പഴയ തലമുറകൾ മറ്റുള്ള ആളുകൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് മാത്രമാണ് ജീവിച്ചിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ അവർ ഗൗനിക്കാറില്ല. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെക്കുറിച്ച് വലുതായിട്ടൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒമ്പതാമതായിട്ട്, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രമ്യമായി പരിഹരിക്കാനുള്ള കഴിവ് പെൺമക്കൾക്ക് ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പെൺമക്കൾ കൃത്യമായിട്ട് അത് ഇടപെടുകയും എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പത്താമത്തെയും അവസാനത്തെയുമായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കഴിവാണ്, ഈ ലോകം ഞങ്ങളുടെയും കൂടിയാണ്. 4 ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ടതോ അല്ലെങ്കിൽ ജീവിച്ചു തീർക്കേണ്ടതല്ല ഞങ്ങളുടെ ജീവിതം എന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ് ഇന്ന് പെൺമക്കൾക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ ഏതൊരു കോണിലേക്കും അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ 10 ഗുണങ്ങളാണ് ഇന്നത്തെ പെൺമക്കളിൽ കൂടുതലായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ന രക്ഷിതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കും അത് മാതൃകയാക്കാവുന്നതാണ്. താങ്ക് യു.